വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്ന ടോപ്പിക്ക് പെരിത്തീസിയം ആണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആസ്കോമൈക്കോട്ടയുടെ ക്യാരക്ടർ കഴിഞ്ഞിട്ട് ആസ്കോമൈക്കോട്ടയുടെ ആസ്കോ കാർപ്പ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അപ്പോത്തീസിയം, അത് ഞാൻ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് വരുന്നതാണ് പെരിത്തീസിയം, തേർഡ് ക്ലീസ്റ്റോത്തീസിയം അടുത്ത ക്ലാസ്സിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ 3 കമ്പയർ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്, ഇവയുടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒരു പെരിത്തീസിയത്തിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ പെരിത്തീസിയം is a type of flask shaped fungal fruiting body അല്ലെങ്കിൽ ആസ്കോകാർപ്പാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെനി ഫംഗൈ in the phylum Ascomycota. കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോത്തീസിയം പഠിച്ചപ്പോൾ അപ്പോത്തീസിയം കപ്പ് ഷേപ്പ് ഉള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ തന്നെ പെരിത്തീസിയത്തിൽ ഫ്ലാസ്ക് ഷേപ്പ് ആണ്, ഓപ്പണിംഗും ഉണ്ട്. പക്ഷെ ആ ഒരു ഓപ്പണിങ്ങിന് വ്യത്യാസമുണ്ട്, സ്ട്രക്ചറും വ്യത്യാസമുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന സ്ലൈഡിൽ നോക്കുന്നതായിരിക്കും. മെയിൻലി പെരിത്തീസിയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്പോർസിന്റെ സെക്ഷുവൽ സ്പോർസ് ആയിട്ടുള്ള ആസ്കോസ്പോർസിന്റെ ഡിസ്പേഴ്സൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ എടുത്തു തരുന്നതായിരിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പെരിത്തീസിയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോത്തീസിയത്തിനെ ബേസ് ചെയ്തിട്ട് പെരിത്തീസിയത്തിന്റെ ഓപ്പണിംഗ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെയാണ് അവ ഫ്ലാസ്ക് ഷേപ്പ് ആണ് എന്ന് പറയുന്നത്. ഈ ഒരു പെരിത്തീസിയത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് പെരിഡിയം ആണ്. ഓക്കെ, പെരിഡിയം എന്ന് പറയുന്നത് സിംപ്ലി ദ പ്രൊട്ടക്റ്റീവ് ഔട്ടർ വോൾ ആണ്. ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്ന ഈ ഒരു പോർഷൻ ആണ് പ്രൊട്ടക്റ്റീവ് ഔട്ടർ വോൾ ആണ് പെരിഡിയം. പെരിഡിയം എന്ന് പറയുന്നത് ഉണ്ടാക്കിയേക്കുന്ന സെല്ല് ആക്ച്വലി സ്യൂഡോ പാരൻകൈമാറ്റ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പെരിഡിയം സ്യൂഡോ പാരൻകൈമ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവയ്ക്ക് ഇന്റഗ്രിറ്റി കൂടുതൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പെരിഡിയത്തിൽ നിന്നാണ് ഹൈഫെ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു 4 ഹൈഫെ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കുറേ ഹൈഫെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഹൈഫെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്ട്രക്ചർ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഓസ്റ്റിയോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെരിത്തീസിയത്തിന്റെ ഈ ഒരു പോർഷനിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ മാത്രമാണ് അല്ലേ. ആ ഒരു ഓപ്പണിംഗ് ടിപ്പിലുള്ള പെരിത്തീസിയത്തിന്റെ ടിപ്പിൽ അല്ലെങ്കിൽ അപ്പെക്സ് പോർഷനിലുള്ള ഓപ്പണിങ്ങിനെയാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്പോർ റിലീസിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇനി ചില കേസിൽ ചില ഫംഗസിൽ ഈ ഒരു ഓപ്പണിങ് ഓസ്റ്റിയോളി എന്ന് പറയുന്നത് നെക്ക് റീജിയൻ ഉള്ളത് കൊണ്ട് ആ നെക്ക് റീജിയൻ ആകെ ടോട്ടലി ബ്രേക്ക് ആയതിനു ശേഷം സ്പോറ് ഡിസ്പോസ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ട്, അല്ലാതെ സ്പോറ് നേരിട്ട് ബ്രേക്ക് ചെയ്യാതെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓസ്റ്റിയോൾ പറയുമ്പോൾ ഓസ്റ്റിയോളിന് ഒരു നെക്ക് റീജിയൻ ഉണ്ടെന്നും കൂടി ഓർത്ത് വെക്കുക. ആ നെക്ക് റീജിയൻ ബ്രേക്ക് ചെയ്തിട്ടും സ്പോർ ഡിസ്പേഴ്സൽ നടക്കാം, അല്ലാതെയും നടക്കാം. Then the next one ആണ് ആസ്കസ് അല്ലെങ്കിൽ ആസ്കൈ, അതിലുള്ള ആസ്കോസ്പോർ. ആസ്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ആണ് ആസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. അവ ട്യൂണിക്കേറ്റ് ആണ് അല്ലെങ്കിൽ സിംഗിൾ വോൾഡ് ആയിട്ടുള്ള സെല്ലാണ്, ഒറ്റൊരു വാള് മാത്രമേ ഉള്ളൂ. സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ കപ്പ് ഷേപ്പ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് സെക്ഷുവൽ സ്പോർസ് ആയിട്ടുള്ള ആസ്കോസ്പോർസ് കാണുന്നത്. ഈ ഒരു ആസ്കോസ്പോർസ് ആക്ച്വലി അപ്പോത്തീസിയത്തിൽ ഉള്ളതുപോലെ തന്നെ ഒരു ആസ്കസിലെ 8 ആസ്കോസ്പോർസ് ആണ് കാണുന്നത്. ഓക്കെ, മെച്യൂർ ആകുമ്പോൾ ഈ ഒരു ആസ്കസ് ബ്രേക്ക് ചെയ്ത് ആസ്കോസ്പോർ ഓസ്റ്റിയോൾ വഴി ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുക. എന്താണ് ഹൈമേനിയം? അപ്പോത്തീസിയത്തിന്റെ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈമേനിയം എന്ന് പറയുന്നത് ഈ ഒരു ഫെർട്ടൈൽ ലെയർ ആണ്. ആ ഒരു ഫെർട്ടൈൽ ലെയറിലാണ് ആക്ച്വലി ഒരു ആസ്കസും പാരാഫൈസസും സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഹൈമേനിയം എന്ന് പറയുന്നത്. ഇനി എന്താണ് പെരിഫൈസസ്? പെരിഫൈസസ് എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് ലൈനിങ് ആണ് ഇൻ ദ നെക്ക് കനാൽ ലീഡിങ് ടു ദ ഓസ്റ്റിയോൾ. ഓക്കെ, ഇവിടെ പെരിഫൈസസും ഉണ്ട്, ഇവിടെ പാരാഫൈസസും ഉണ്ട്. നമ്മൾ അപ്പോത്തീസിയം പറയുമ്പോൾ അവിടെ പാരാഫൈസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാരാഫൈസസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആസ്കസിന് ചുറ്റുമുള്ള സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ പെരിഫൈസസ് എന്ന് പറയുന്നത് നെക്ക് റീജിയനിൽ കാണുന്ന ഫിലമെന്റസ് ലൈനിങ് ആണ്. ഓസ്റ്റിയോളിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു നെക്ക് റീജിയനിൽ കാണുന്ന ഫിലമെന്റസ് ലൈനിങ്ങിനെ പെരിഫൈസസ് എന്നും ആസ്കസിനെ കവർ ചെയ്തിട്ട് കാണുന്ന സ്റ്റെറൈൽ ഫിലമെന്റ്സിനെ പാരാഫൈസസ് എന്ന് പറയുന്നു. ഇത് അപ്പോത്തീസിയത്തിലുള്ള പോലെ തന്നെയാണ് പാരാഫൈസസ്. പക്ഷേ പെരിഫൈസസ് എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് ജസ്റ്റ് ഫിലമെന്റ് ആണ്, സ്റ്റെറൈൽ ഫിലമെന്റ് ആണെന്ന് പറയുന്നില്ല. ദെൻ ലാസ്റ്റ് വൺ ആണ് സ്ട്രോമ, എ മാസ് ഓഫ് ഫംഗൽ ടിഷ്യൂ ഇൻ വിച്ച് ദ പെരിത്തീസിയം മൈറ്റ് ബി എംബഡഡ്. ഈ ഒരു പെരിത്തീസിയം എംബഡ് ചെയ്തിട്ടുള്ള ഫംഗൽ ടിഷ്യൂയുടെ ആ ഒരു പോർഷനെയാണ് സ്ട്രോമ എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്. സോ ഇറ്റ്സ് ദ ടോട്ടൽ സ്ട്രക്ചർ ഓഫ് എ പെരിത്തീസിയം. ഹോപ്പ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ടു എവ്രി വൺ. സോ ദ നെക്സ്റ്റ് ഇവ കാണുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മെയിൻലി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂറോസ്പോറ അല്ലെങ്കിൽ റെഡ് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നതാണ്. ഇതാണ് ഈ ഒരു സ്ട്രക്ചർ ആണ്. സെക്കൻഡ് വൺ സൈലേറിയ, ഡെഡ് മാൻസ് ഫിംഗർ ആണ്. ഈ കോമൺ നെയിമും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് നമ്മൾ പഠിക്കുമ്പോൾ കോമൺ നെയിമും കൂടി പഠിച്ചാൽ അത് അത്രയും ബെനിഫിറ്റ് കിട്ടും. സോ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചിലപ്പോൾ കോമൺ നെയിം വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഡെഡ് മാൻസ് ഫിംഗർ ആണ് സൈലേറിയ, അവയിലും പെരിത്തീസി ആണ്. നെക്ട്രി ആണ് ഈ ഒരു സാധനം. ദെൻ ക്ലാവിസെപ്സ് ആണ് എർഗോട്ട് ഫംഗസ്. നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഒരു ക്ലാവിസെപ്സ് പെർപ്യൂറ അല്ലെങ്കിൽ എർഗോട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീറ്റിലൊക്കെ കാണുന്ന ഈ ഒരു പോർഷൻ ആണ്. ദെൻ കോർഡിസെപ്സ് അല്ലെങ്കിൽ കാറ്റർപില്ലർ ഫംഗി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ആണ്. ഇതിലൊക്കെയാണ് പെരിത്തീസിയം ഫംഗസ് കാണുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.